കേരളത്തെ പൂർണ്ണമായിട്ട് തമസ്കരിച്ച ഇന്ത്യയിലെ BJP ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ സ്വന്തം കാലിൽ നിന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ കേരളത്തെ അടയാളപ്പെടുത്തത്തക്ക രീതിയിലുള്ള ചരിത്രം കുറിക്കുന്ന ഒരു കേരളമായിട്ടാണ് മുന്നേറാൻ ആഗ്രഹിക്കുന്നത്. ഈ ജാഥ പ്രധാനമായിട്ടും രണ്ട് കേന്ദ്രീകരിച്ച മുദ്രാവാക്യത്തിലാണ് നടത്തുന്നത്. കേരളം ഇന്നത്തെ പരിസ്ഥിതിയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ, അവരുടെ ഭൂപടത്തിൽ കേരളം ഇപ്പോഴില്ല. കേരളം 29 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരളത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ബഡ്ജറ്റിന് മുമ്പ് എഴുതി കൊടുത്തതാണ്. നല്ലപോലെ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. പക്ഷെ ഒരു കാര്യവും കേരളത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലില്ല. എന്ന് പറഞ്ഞാൽ കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭൂപടത്തിലില്ല എന്നർത്ഥം. എന്നാൽ ഞങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്, BJPയുടെ ഗവൺമെന്റ് കേരളത്തെ പൂർണ്ണമായിട്ടും തമസ്കരിച്ച് ഇങ്ങനൊരു നാട് ഇല്ല എന്ന് നമ്മളെ അപമാനിച്ച ഈ പരിസ്ഥിതിയിലും കേരളം എന്ന ഈ കേരളത്തിൻ്റെ പ്രത്യേകതയോടുകൂടിയുള്ള വളർച്ചയുടെ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ പൂർണ്ണമായിട്ട് തമസ്കരിച്ച ഇന്ത്യയിലെ BJP ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ സ്വന്തം കാലിൽ നിന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ കേരളത്തെ അടയാളപ്പെടുത്തത്തക്ക രീതിയിലുള്ള ചരിത്രം കുറിക്കുന്ന ഒരു കേരളമായിട്ടാണ് മുന്നേറാൻ ആഗ്രഹിക്കുന്നത്. കേവലമായിട്ട് വെറുതെ ഇങ്ങനെ ഒരു കേരളമായിട്ട് നിൽക്കുകയല്ല, ലോകോത്തരമായ കേരളമാവാനാണ്. ആ തരത്തിലേക്ക് കേരളം മാറും. ആ തരത്തിൽ കേരളത്തെ ഉയർത്തും. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജാഥയുമായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം.